ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ സംസാരിക്കാനിരിക്കുന്നത് മലേഷ്യയിൽ നിന്നിട്ടാണ്. സോ ഇപ്പോ ഈ ഒരു പാക്കേജ് കൈരളി ട്രെയിൽസ് എന്ന് പറയുന്നവരുടെ ഒരു ട്രിപ്പ് പാക്കേജിലാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ആൻഡ് ഞങ്ങളിവിടെ രാവിലെ ഒരു 5:45 ഞങ്ങൾ ഫ്ലൈറ്റിൽ ഇവിടെ എത്തി. അത് കഴിഞ്ഞ് ഞങ്ങളെ കൊണ്ടുവന്ന ഒരു ചെറിയൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഒരു 2 മണിക്ക് നമ്മൾ ഇവിടുന്ന് റെഡി ആയിട്ട് നമ്മൾ സ്ഥലങ്ങൾ കാണാൻ പോകും. സോ നിങ്ങളെയും ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പേ ഞാൻ ഈ റൂം ഒന്ന് ജസ്റ്റ് ഒന്ന് ടൂർ ചെയ്ത് കാണിച്ചു തരാം. അതായത് വലിയ റൂം, വലിയ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ആക്ച്വലി ഇവിടെ നിന്ന് ഞങ്ങള് ഇന്ന് രാത്രി ഞങ്ങൾ വേറൊരു ഹോട്ടലിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഒരു ടെമ്പററി ആയിട്ട് മാത്രമേ ഉള്ളൂ. ആൻഡ് ഓൾസോ നമ്മൾ ഇവിടെ ഏതൊരു ഹോട്ടലിൽ വരുമ്പോഴും നമ്മളൊരു കോഷൻ ഡെപ്പോസിറ്റ് നമ്മൾ എപ്പോഴും കൊടുക്കണം. അതവർ തിരിച്ചു പോകുമ്പോഴത്തേക്ക് നമുക്ക് തരുമെന്നാണ് അവർ പറയും. ഇന്നലെ ഒരു രാവിലെ, ഞാൻ ബേസിക്കലി ഫ്രം ട്രിവാൻഡ്രം, സോ അതുകൊണ്ട് ഞങ്ങളുടെ ഫ്ലൈറ്റ് വന്നിട്ട് കൊച്ചിയിൽ നിന്നായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ ഒരു 10 മണിക്ക് തിരിച്ചതാണ്. സോ അത് കഴിഞ്ഞ് പിന്നെ കൊച്ചിൻ എയർപോർട്ടിലെത്തി. അവിടെ കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് ഇന്നലെ രാത്രി 11 മണിക്കായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്. അത് കഴിഞ്ഞ് ഫ്ലൈറ്റിൽ ഇവിടെ 2 മണിക്കൂർ ഡിഫറൻസ് ഉണ്ട്, മലേഷ്യയുടെ ടൈമിങ്ങും നമ്മുടെ അവിടുത്തെ ഇന്ത്യയുടെ ടൈമിങ്ങും. ആൻഡ് സോറി, അവിടെ എൻ്റെ അമ്മ കിടപ്പുണ്ട്, അതുകൊണ്ടാണ്. ആൻഡ് സോ ഇവിടെ നമ്മൾ രാവിലെ ഒരു 5:30-5:45 ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. പിന്നെ അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരു ഹോട്ടലിൽ കൊണ്ടുവന്നു. സോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, പക്ഷെ എങ്കിൽ പോലും എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമുണ്ട്. അതായത് ഈ ഒരു റൂമിന് വിൻഡോസ് ഇല്ല, ചുമ്മാ കർട്ടൻ ഇട്ട് ഇങ്ങനെ മറച്ചു വെച്ചേക്കാണ്. എന്തിനാ ഈ കർട്ടൻ ഇട്ടേക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇവിടെ കുറേ കണ്ണാടികളുണ്ട്. നമുക്ക് നമ്മളെ തന്നെ കണ്ടുകൊണ്ടിരിക്കണം. പുറം ലോകം നമുക്ക് കാണാനേ പറ്റത്തില്ല ഇതിനകത്തിരുന്ന. എന്താ ഉച്ചയാണോ രാവിലെയാണോ എന്നൊന്നും അറിയാൻ പറ്റത്തില്ല. എൻ്റെ അമ്മ അവിടെ എന്തോ കിടന്ന് പറയുന്നു. ആൻഡ് ഞങ്ങളിപ്പോ രാവിലെ അവര് കൊണ്ടാക്കിയപ്പോ പറഞ്ഞു ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ്, നമ്മുടെ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കുറച്ച് അങ്ങോട്ട് നടക്കുമ്പോഴത്തേക്ക് ഉണ്ടാവും. ആൻഡ് ഓൾസോ മലേഷ്യയിൽ നിങ്ങൾക്ക് അറിയാം റിംഗിറ്റ് ആണ്. സോ നമ്മൾ അവിടെ നിന്ന് വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് റിംഗിറ്റ് കിട്ടിയില്ലായിരുന്നു. അത് കറൻസി നോട്ടാണത്. സോ അത് നമുക്ക് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഡോളേഴ്സിൽ കൊണ്ടുവന്നിട്ട് ആയിരുന്നു ഞങ്ങൾ ഇവിടുന്ന് മാറ്റുന്നത്. അപ്പൊ അത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു എങ്ങനെയാ പോയി മാറ്റേണ്ടതെന്നൊക്കെ. ഞങ്ങൾക്ക് ഇവിടെ ഒരു ഞങ്ങളെ കൊണ്ടുവന്ന ഡ്രൈവർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. അങ്ങനെ ഞങ്ങള് അവിടെ പോയി ഡോളേഴ്സ് കൺവേർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പുറത്തു പോയി. സോ ഇവിടെ ഒത്തിരി അധികം തമിഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത്. തമിഴ്സിന്റെ കട ഇഷ്ടം പോലെയുണ്ട്. സോ അത് തന്നെ വലിയൊരു സന്തോഷമാണ് നമുക്ക്. ആക്ച്വലി ഞാൻ പഠിച്ചതെല്ലാം തമിഴ്നാട്ടിലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തമിഴ് അറിയാവുന്നത് കൊണ്ട് കുറച്ചും കൂടെ ഈസിയാണ് ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ റൂം ടൂർ കാണാം ഗൈസ്. സോ നമുക്ക് റൂം ടൂറിലേക്ക് കിടക്കാം. സോ ഇവിടെ ഞാൻ ഇതുവരെ ഒന്നും ഞാൻ എക്സ്പ്ലോർ ചെയ്ത് നോക്കിയില്ല. ഞാൻ ജസ്റ്റ് വന്നു, ബാഗ് വെച്ചു, ഒന്ന് പുറത്ത് കഴിക്കാൻ പോയിട്ട് ഇപ്പൊ വന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു കാർഡ് ഉണ്ടല്ലോ, കാണിച്ചു. ഈ ഒരു കാർഡ് എടുക്കുമ്പോ ലൈറ്റ് ഓഫ് ആവില്ല. ചെറിയൊരു അലമാര പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഈ അലമാരയ്ക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ ലൈക്ക് തുണി ഇങ്ങനെ തൂക്കിയിടാൻ കുറെ സാധനങ്ങൾ, പിന്നെ ഒരു ലോക്കർ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ലോക്കർ കൊടുത്തിട്ടുണ്ട്. സോറി, ഞാൻ അങ്ങോട്ട് നോക്കുന്നത് എന്റെ ഫേസ് അവിടെ വരുന്നു, ഇവിടെ ക്യാമറ. അപ്പോ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു ഡ്രോയർ പോലെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കുറച്ച് ജാമാണ് ഗൈസ്. ഓക്കെ, നമുക്കത് പൊട്ടിക്കണ്ട. ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു മൂന്ന് പടം കൊടുത്തിട്ടുണ്ട്. എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ഇത് സിംഗപ്പൂരിലെ ഒരു സ്റ്റാച്യു ആണ്. സോ അങ്ങനെ. പിന്നെ ഇവിടെ ഒരു പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം, ഇത് മിറർ. ഈ ഒരു മിററാണ്. സോ ഈ മിററിന്റെ ബാക്കിൽ ആക്ച്വലി സൂര്യന്റെ കൈ വരയ്ക്കുന്ന കേസ്. ഓക്കെ, ഇത് ഒരു റെസ്റ്റ് റൂം ആണ് ഇവിടെ. സോ ഈ റെസ്റ്റ് റൂമില് നിങ്ങൾക്ക് കാണാം കുറച്ച് സാമ്പിൾസ് ഒക്കെ ഇരിപ്പുണ്ട്. സോ ആസ് യൂഷ്വൽ നമ്മൾ സാമ്പിൾ യൂസ് ചെയ്യുമല്ലോ.
നമുക്ക് ആ സാമ്പിൾ എന്താന്നൊക്കെ നോക്കാം. സോ ഇവര് ഒരു ഷാമ്പു, ഒരു ചെറിയൊരു ഷാമ്പു കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഒരു ചെറിയൊരു ഷാമ്പു കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതൊരു ബോഡി വാഷാണ്. പിന്നെ ഒരു ചീപ്പുണ്ട് ഗൈസ്. പിന്നെ ഇതെന്താ, ഇതൊരു റേസറും ഒരു ഷേവിംഗ് കിറ്റാണ്. ഓക്കെ, ആക്ച്വലി ഇതൊരു ഷേവിംഗ് കിറ്റാണ്. നമുക്കിവിടെ ഹെയർ ഡ്രയർ ചെയ്യാനായിട്ട് ഒരു ഹെയർ ഡ്രയർ, ബ്ലോ ഡ്രയർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് പിന്നെ 2 ടവൽസ് ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. 2 ടവൽസ്. യാ, അത്രേ ഉള്ളൂ. ഇതൊരു സ്പേസ്. ഇത് എല്ലാം കൈസ് ചെയ്തു ജാമ്പവാന്റെ കാലത്ത് വെച്ചതാണെന്ന് തോന്നുന്നു. ആക്ച്വലി ഇത് തുറക്കുമ്പോഴത്തേക്കും, എല്ലാ സാധനങ്ങളും തുറക്കുമ്പോഴത്തേക്കും, ഞാൻ എന്തിനാ അങ്ങോട്ട് നോക്കി സംസാരിക്കുന്നത്, എല്ലാ സാധനങ്ങളും തുറക്കുമ്പോഴും ഒരു സൗണ്ട് ഉണ്ട് ഗൈസ് ഈ ഒരു റൂമില്. അപ്പോൾ ഇത് കുളിക്കാനുള്ള സ്ഥലമാണ്, ഇത് കുളിക്കാൻ വേണ്ടി മാത്രമുള്ള സ്ഥലമാണ്. ആൻഡ് ഇവിടെ എവിടെ നോക്കിയാലും മിററാണ്. നമ്മൾ ചുറ്റുപാടും കണ്ടോ, ഇവിടെ നോക്കിയാലും കണ്ണാടി, അവിടെ നോക്കിയാലും കണ്ണാടി, എല്ലായിടത്തും കണ്ണാടി. ഇത് നമുക്ക് അടയ്ക്കാം. ആൻഡ് ഇവിടെ 2 ബെഡാണ്. ഈ ഒരു ബെഡും ആ ഒരു ബെഡും ആണ്. ഇത് അതിന്റെ ബാക്ക് ഹെഡ് ബോർഡാണിത്. സി, ഒരു ഹെഡ് ബോർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു TV ഉണ്ട്. ഇവിടെ ഒരു TV കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഞാനത് ഓണാക്കി നോക്കിയിട്ടില്ല. ആൻഡ് ഇവിടെ അതുപോലെ തന്നെ ടീ, കോഫി, ഷുഗർ എല്ലാം തന്നെ ഇവിടെ അവര് വെച്ചിട്ടുണ്ട്. സോ നമ്മൾ അതെടുത്ത് പ്രിപ്പയർ ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരാണ്. പിന്നെ ഇത് ഞങ്ങള് രാവിലെ, ഞാൻ പറഞ്ഞില്ലേ, ദോശ 2 എണ്ണം വാങ്ങിച്ചു. അത് വലിയ ദോശയായിപ്പോയി. അപ്പൊ ഞങ്ങൾ ഒരെണ്ണം പാഴ്സൽ എടുത്തോണ്ട് വന്നതാണ്. പിന്നെ ഒരു ഇളനീർ കുടിക്കാൻ വേണ്ടിയിട്ട് പാഴ്സലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇതാണ് ഞാൻ പറഞ്ഞ ആ കർട്ടൻ. അതായത് ഈ കർട്ടൻ നമുക്ക് കാണുമ്പോൾ എന്താ മനസ്സിലാവുക, പുറത്ത് എന്തോ വിൻഡോസ് ഉണ്ടെന്നല്ലേ മനസ്സിലാവുന്നത്. പക്ഷെ ഇതൊന്നുമില്ല ഗൈസ്, നോക്കൂ, ഒന്നുമില്ല, ഒരു വിൻഡോ പോലും ഇല്ല. ചുമ്മാ ആളെ പറ്റിക്കാൻ വേണ്ടി ഇട്ടേക്കോട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിക്കും ഈ ഒരു സൈഡിലുള്ള കർട്ടന് എന്തെങ്കിലും കാണുമെന്ന്. ഇതും ഒന്നുമില്ല. ഇതും അതുപോലെ തന്നെ അവിടെ ഒരു ചെറിയൊരു വെളിച്ചം മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചെറിയ ഇതിട്ടിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കട്ടെ. ഓക്കെ, ഇനി ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ആണ്. സോ ഫസ്റ്റ് ഡേ നമ്മൾ ടയേർഡ് ആയതുകൊണ്ട് അവർ കുറച്ച് നേരം ഞങ്ങളിവിടെ കുറച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ട്രിപ്പിന്റെ ഫസ്റ്റ് നമ്മൾ സ്ഥലങ്ങളിൽ പോകുന്നതൊക്കെ ഇനി ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ